നമ്മൾ പ്രഗ്നന്റ് ലേഡീസ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന മോംസ് നേരിടുന്ന കുറേ പ്രശ്നങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് സ്ട്രെച്ച് മാർക്സ്. പെട്ടെന്ന് തടി കൂടുക, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി പെട്ടെന്ന് തടി കുറയ്ക്കുന്നവർക്കൊക്കെ ഈ സ്ട്രെച്ച് മാർക്സ് ബോഡിയിൽ കാണും. കൈയിന്റെ സൈഡിൽ, തൈസിന്റെ സൈഡിലൊക്കെ കാണും. ഞാൻ കുറച്ചു കാലമായിട്ട് യൂസ് ചെയ്യുന്നത് യാഥാസൂത്രയുടെ കിക്കിസ ലേബം ആന്റി സ്ട്രെച്ച് മാർക്ക് ക്രീമാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ക്രീം ചൂസ് ചെയ്തു എന്നറിയോ? കേരളത്തിലെ ബെസ്റ്റ് പോസ്റ്റ് നീറ്റൽ കെയർ ഹോസ്പിറ്റൽസിൽ ഒന്നാണ് യാഥാസൂത്ര. പിന്നെ അവർ ക്ലെയിം ചെയ്യുന്നത് 10,000-ലധികം മോംസിന് ഇവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഏതൊരു ആന്റി സ്ട്രെച്ച് മാർക്ക് ക്രീമും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. മെയിൻ ആയിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് റിസൾട്ട്സ് ഒട്ടും പ്രതീക്ഷിക്കരുത്. കൺസിസ്റ്റൻസി ഇസ് എ മെയിൻ കീ. അതായത് ഒരു 2 months ഒക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താലേ നിങ്ങളുടെ സ്ട്രെച്ച് മാർക്സ് ചെറുതായിട്ട് ഫെയ്ഡ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. അതേപോലെ അതിന്റെ ആപ്ലിക്കേഷനിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 2 നേരം കറക്റ്റ് ആയിട്ട് സർക്കുലർ മോഷനിൽ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുത്താലേ ആ ഏരിയയിലുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവും, നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂടുകയൊക്കെ ചെയ്യും. പിന്നെ നിങ്ങളുടെ സ്ട്രെച്ച് മാർക്സ് എത്രത്തോളം ഫെയ്ഡ് ആവും, എത്ര സ്പീഡിൽ ഫെയ്ഡ് ആവും എന്നുള്ളതൊക്കെ നിങ്ങളുടെ ജെനറ്റിക്സിനെയും ആശ്രയിച്ചിരിക്കും കേട്ടോ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ വന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ സ്ട്രെച്ച് മാർക്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വലിയ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ആ ഒരു സ്കാർ നമ്മുടെ ബോഡിയിലുള്ളത് എപ്പോഴും നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ സ്റ്റേജ് ആയ മദർഹുഡിനെയാണ്. സോ embrace your imperfections, take care of your skin, choose the products wisely. Bye.